നമസ്കാരം, സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഞാൻ പ്രദീപ് നാരായണൻ. ആദ്യം പ്രധാന വാർത്തകൾ. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കരെ സ്മരിച്ച് മറ്റൊരു വായനാ ദിനം കൂടി. വായനാനുഭവങ്ങൾക്ക് ക്യാൻവാസിൽ നിറം പകർന്ന് ജില്ലാതല ഉദ്ഘാടനം. റംസാനിലെ ആദ്യ വെള്ളിയുടെ പുണ്യം തേടി വിശ്വാസികൾ. കാരുണ്യത്തിന്റെ നാളുകളിൽ കരുണയുടെ ഉറവ് പറ്റാത്ത സ്നേഹവുമായി സംഘടനകൾ. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച് കോളേജ് മാനേജ്മെന്റ് തീരുമാനം. പ്രതിഷേധവുമായി രാഷ്ട്രീയം മറന്ന് വിദ്യാർത്ഥികൾ സംയുക്തമായി സമരരംഗത്ത്. അധ്യാപക ക്ഷാമത്തിൽ ജില്ലയിലെ ആദ്യ സർക്കാർ കോളേജ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നികത്താതെ 30 ഒഴിവുകൾ. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരും അനിശ്ചിതകാല സമരത്തിലേക്ക്. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനം. പോലീസ് നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭവുമായി മഹിളാ മോർച്ച. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വലിയ പറമ്പിലെ ഒറിയറ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോജ്വല തുടക്കം. ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. വായന മരിക്കാതിരിക്കാൻ യുവത്വം കൈകോർക്കണം എന്നെ നെല്ലിക്കുന്ന MLA ആവശ്യപ്പെട്ടു. വായനാ വാരാചരണത്തിന് ജില്ലയിൽ പ്രോജ്വല തുടക്കം. ജില്ലാതല പരിപാടി കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നെ നെല്ലിക്കുന്ന MLA ഉദ്ഘാടനം ചെയ്തു. ഹൈടെക് യുഗത്തിൽ യുവത്വം വാട്സപ്പിന്റെ ലോകത്തെ ഫേസ്ബുക്കുകാരായി മാറുമ്പോൾ വായന മരിക്കാതിരിക്കാൻ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വായിച്ചും വളരാൻ സാധിക്കും, വായിക്കാതെയും വളരാൻ സാധിക്കും. അപ്പോൾ വായിച്ച് വളർന്നാൽ അത് നമ്മൾ ആ വളർച്ച വളരെ വിളഞ്ഞതായിരിക്കും. വായിക്കാതെ വളർന്നാൽ അത് നമുക്ക് വളവുണ്ടാകും, അത് വളയും. വായിക്കാതെ വളർന്ന വളയും എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ജർമ്മൻ കവി പറഞ്ഞിട്ടുണ്ട്, പട്ടിണി കിടക്കുന്ന മനുഷ്യ നീ പുസ്തകം എടുത്തോളൂ നിന്റെ കയ്യിൽ, അതാണ് നിന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ഒരു ജർമ്മൻ കവി പറഞ്ഞിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ T. അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. വായനാ ദിനത്തിന്റെ ഭാഗമായുള്ള വിവിധ പരിപാടികൾക്ക് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീറും വരയിലെ വായനയ്ക്ക് ചിത്രകാരൻ PS പുളിഞ്ചിത്തായയും ഗുരുവന്ദനത്തിന് DDE രാഘവനും നേതൃത്വം നൽകി. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഡോക്ടർ PV കൃഷ്ണകുമാർ, പ്രൊഫസർ P. പ്രഭാകരൻ, പ്രൊഫസർ M. ശ്രീനാഥ്, ഡോക്ടർ M. ബാലൻ, PN ബാബു, PK കുമാരൻ നായർ, ബഷീർ കൊല്ലമ്പാടി, KP പ്രിയ, M. ചന്ദ്രകല, അനിതാബായി, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. അറിവിന്റെ സംഗീത ശില്പമൊരുക്കി വേറിട്ട വായനാ ദിനാചരണം. രാമായണം കിളിപ്പാട്ടിലെ ഒരു ഭാഗമാണ് അരയി ഗവൺമെന്റ് UPയിലെ വിദ്യാർത്ഥികൾ സംഗീത ശില്പത്തിലൂടെ അവതരിപ്പിച്ചത്. ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ആരണ്യകാണ്ഡത്തിലെ മാരീചവധമാണ് കുട്ടികൾ ദൃശ്യഭംഗിയോടെ അവതരിപ്പിച്ചത്. എഴുത്തച്ഛന്റെ വരികൾക്ക് ആദിത്യൻ, സ്നേഹ, കൃപാകൃഷ്ണൻ, അനുശ്രീ, ആരതി എന്നിവർ സംഗീതം പകർന്നപ്പോൾ മിഥുൻ രാജ്, അഭിനന്ദ്, വരദ എന്നിവർ പുരാണ കഥാപാത്രങ്ങളുടെ വേഷം പകർന്നു. മിഥുൻ രാജ് ശ്രീരാമനായും, അഭിൻ ലക്ഷ്മണനായും, അഭിനന്ദ് മാരീചനായും, വരദ സീതയായും രംഗത്തു വന്നു. തളിപ്പറമ്പ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് വൈക്കത്ത് നാരായണൻ മാസ്റ്റർ സംഗീത ശില്പം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപകൻ കൊടക്കാട് നാരായണൻ മാസ്റ്റർ അധ്യക്ഷനായി. അധ്യാപകൻ KV സൈജു സ്കൂൾ ലൈബ്രറിയിലേക്ക് നൽകിയ പുസ്തകങ്ങളുടെ ശേഖരം ക്ലാസ് ലീഡർമാർ ഏറ്റുവാങ്ങി. ദേവിക, നീലിമ, അമേയ, നിമിഷ, ഗോപിക, കൃഷ്ണജ തുടങ്ങിയവർ കാവ്യാലാപനം നടത്തി. ശോഭന കുഴുമൽ, ഹേമാവതി, വിജയകുമാരി, സൈജു KV, സിനി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വമേകി. വായനയും വരയും അജയിന് സമ്മാനിച്ചത് കൈനിറയ ചിത്രങ്ങൾ. വായനാ ദിനത്തിൽ പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അജയ് എന്ന 4ാം തരം വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി.
അവധിക്കാലത്ത് വരച്ചെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനമൊരുക്കി പുല്ലൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 4ാം തരം വിദ്യാർത്ഥിയുടെ ചിത്ര പ്രദർശനം. ഉദയനഗർ ഉപ്പാട്ടിക്കുഴിയിലെ പ്രഭാകരൻ അംബിക ദമ്പതികളുടെ മകൻ അജയ് എന്ന കൊച്ചുമിടുക്കന്റെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. തെയ്യച്ചിത്രങ്ങളായിരുന്നു അജയ് വരച്ചവയിൽ ഏറെയും. പിച്ചവെച്ച് നടക്കുന്ന നാൾ തൊട്ട് തന്നെ അജയന് ചിത്രകലയിൽ താല്പര്യമുണ്ടായിരുന്നു. വീടിന്റെ ഭിത്തിയിലും തറയിലും കോറിയിട്ട വരകൾ ചിത്രങ്ങളാണെന്ന് കണ്ടറിഞ്ഞ ചിത്രകാരൻ കൂടിയായ അച്ഛൻ പ്രഭാകരൻ തന്നെയാണ് ചിത്രം വരയ്ക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിയത്. അംഗൻവാടി തൊട്ട് വരക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ വരക്കുന്നത് തെയ്യത്തിൻ്റെത്, മൃഗങ്ങളുടേത് അങ്ങനത്തെയാണ്. എൻ്റെ അച്ഛനാണ് എന്നെ ചിത്രം വരക്കാൻ പഠിപ്പിച്ചത്. വീട്ടിൽ നിന്ന് തന്നെ വരച്ചു പഠിച്ച അജയ് 100-ലധികം ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. കളിയാട്ട വേദിയിലും പത്രത്താളുകളിലും കണ്ട തെയ്യങ്ങളുടെ ചിത്രങ്ങൾ വർണ്ണക്കൂട്ടുകളൊരുക്കി ചാർട്ട് പേപ്പറിലേക്ക് പകർത്തുകയായിരുന്നു. വിഷ്ണുമൂർത്തിയും മുച്ചിലോട്ട് ഭഗവതിയും തിരുവപ്പനയുമെല്ലാം മിഴിവാർന്ന ചിത്രങ്ങളായി അജയിന്റെ വരയിലൂടെ പുറത്തുവന്നു. വായനാ ദിനത്തിൽ സഹപാഠികൾക്ക് മുന്നിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ച് അജയ് ശ്രദ്ധേയനായി. ചിത്രങ്ങൾ കാണാൻ രക്ഷിതാക്കൾ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. അച്ഛനെ ഗുരുനാഥനാക്കി അജയ് വരച്ചു വെച്ച ചിത്രങ്ങൾ ഒരു തുടക്കമാണ്. ക്യാമറമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ഇനി പുണ്യം തേടി. റംസാനിലെ ആദ്യ വെള്ളിയുടെ പുണ്യം തേടി വിശ്വാസ ലോകം. പള്ളികൾ പ്രാർത്ഥനാ നിർഭരം. ചെയ്തുപോയ തെറ്റുകളിൽ നിന്ന് നാഥനോട് പൊറുക്കലിന് തേടാനുള്ള അപൂർവ അവസരമാക്കി വെള്ളിയാഴ്ചയുടെ പവിത്രമായ ദിനത്തെ അവർ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. പതിവിലുമേറെ നേരത്തെ പതിവിലും കവിഞ്ഞ ആഹ്ലാദത്തോടെ പള്ളിയിലെത്തിയ വിശ്വാസികൾ ഖുർആൻ പാരായണവും സ്വലാത്ത് മന്ത്രവും കൊണ്ട് ധന്യമായ നിമിഷത്തെ ഒന്നുകൂടെ ധന്യമാക്കി. ഓരോ പള്ളികളും പ്രാർത്ഥനാ നിർഭരമായിരുന്നു. ജുമുഅ നമസ്കാരത്തിനൊടുവിൽ കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനയോടെ ഇമാമുമാർ നാഥനോട് കേണപ്പോൾ ഓരോ മനസ്സും ഉള്ളുരുകി ആമീൻ പറഞ്ഞു. നിസ്കാരത്തിനു ശേഷം ഇമാമുമാരുടെ ഉത്ബോധന പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഓരോ റമദാനും ആത്മസംസ്കരണത്തിന് വേണ്ടിയുള്ളതാവണമെന്നും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ പട്ടിണി കിടന്നത് കൊണ്ട് കാര്യമില്ലെന്നുമുള്ള അള്ളാഹുവിന്റെ വചനത്തെ ഇമാമുമാർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. ചിലർ റമദാന്റെ ആദ്യ വെള്ളിയിൽ സ്വന്തം ജമാഅത്തിൽ നിന്ന് ജുമാ നിസ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ നഗരത്തിലെ പള്ളികളിലും വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കാസർകോട് മാലിക് ദീനാർ വലിയ ജമാഅത്ത് പള്ളി, നെല്ലിക്കുന്ന് മുഹീദ്ദീൻ ജുമാ മസ്ജിദ്, കാസർകോട് ഹസനത്തുൽ ജാരിയ ജുമാ മസ്ജിദ്, കാസർകോട് സുന്നി സെന്റർ, പുതിയ ബസ് സ്റ്റാൻഡ് അബൂബക്കർ സിദ്ദിഖ് ജുമാ മസ്ജിദ്, അമീർ റോഡ് സലഫി മസ്ജിദ് എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക പ്രാർത്ഥനകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റംസാനിലെ ആദ്യ വെള്ളിയിൽ മസ്ജിദുകളിൽ വിശ്വാസികൾ ഒഴുകിയെത്തി. കാഞ്ഞങ്ങാട്ടെ പള്ളികളിലും വിശ്വാസികളുടെ തിരക്ക്. പുണ്യകർമ്മങ്ങളുടെ കാലമായ വിശുദ്ധ റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച വിശ്വാസികളുടെ തിരക്കിൽ മസ്ജിദുകൾ നിറഞ്ഞൊഴുകി. കാഞ്ഞങ്ങാട്ടെ മസ്ജിദുകളിലും നൂറുകണക്കിന് വിശ്വാസികൾ എത്തി. പ്രത്യേക പ്രഭാഷണങ്ങളും നടന്നു. ആത്മസംസ്കരണ ദിനങ്ങളിൽ അള്ളാഹുവിനോട് അടുക്കാനായി ലഭിക്കുന്ന അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് പണ്ഡിതർ ആഹ്വാനം ചെയ്തു. വരും ദിവസങ്ങളിലെ പുണ്യദിനങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളോടെയാണ് വിശ്വാസികൾ മടങ്ങിയത്. കാരുണ്യത്തിന്റെ നാളുകളിൽ കരുണയുടെ കൈനീട്ടം. SSF പഴയകടപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം നടന്നു. പുണ്യമാസത്തിൽ കാരുണ്യത്തിന്റെ കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. SYS SSF പഴയകടപ്പുറം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. പഴയകടപ്പുറം സുന്നി സെന്ററിൽ വെച്ച് നടന്ന റംസാൻ കിറ്റ് വിതരണം ബഷീർ മങ്കയം ഉദ്ഘാടനം ചെയ്തു. മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും പ്രവർത്തനത്തിന്റെ ഭാഗമായി തന്നെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലുള്ള ഭക്ഷ്യദാന വിതരണവും ഭക്ഷ്യ വസ്തു വിതരണവും അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയും വീട് നിർമ്മാണവും അതുപോലെ തന്നെ പ്രായം കഴിഞ്ഞിട്ടും ഒരു ഭരണമാറ്റം ചാർത്തി കാണാൻ കഴിയാതെ വീട് നിറഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികൾക്ക് അബ്ദുൽ ഹമീദ് മദനി അധ്യക്ഷനായി. മൂസ പടന്നക്കാട്, നൌഷാദ് അഴിത്തല, BM ഷംസുദ്ദീൻ, KP ഹുസൈൻ മൗലവി, അസ്കർ പടന്നക്കാട്, P ജലീൽ എന്നിവർ സംസാരിച്ചു. അബ്ദുൽ സത്താർ സ്വാഗതം പറഞ്ഞു. റംസാൻ കിറ്റ് വിതരണം ഹൊസ്ദുർഗ് സോൺ ക്ഷേമകാര്യ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി കുടുംബങ്ങൾ പങ്കെടുത്തു.
വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നിരോധിച്ച കോളേജ് മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് വിലക്ക് കൽപ്പിക്കാനുള്ള രാജപുരം സെന്റ് പയസ് കോളേജ് മാനേജ്മെന്റിനെതിരെ കൊടിയുടെ നിറം മറന്ന് വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി സമരരംഗത്തിറങ്ങി. രാജപുരം സെന്റ് പയസ് 10th കോളേജിൽ അധ്യയന വർഷാരംഭത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ചുകൊണ്ട് മാനേജ്മെന്റ് തീരുമാനമെടുത്തത്. ഇതു സംബന്ധിച്ച് നോട്ടീസ് പതിക്കുകയും ചെയ്തു. ഇതാണ് വിദ്യാർത്ഥികളുടെ സംയുക്ത പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ കോളേജിലെത്തി അവിടുത്തെ വിദ്യാർത്ഥി പ്രതിനിധികളെ കൂട്ടുപിടിച്ച് സമരത്തിന് നേതൃത്വം നൽകുകയായിരുന്നു. വിദ്യാർത്ഥികളെ ക്ലാസ്സിൽ കയറ്റുന്നതിൽ നിന്നും സമരാനുകൂലികൾ പിന്തിരിപ്പിക്കുകയായിരുന്നുവെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് രാജപുരം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയ നിരോധന വിഷയത്തിൽ സംഘടനാ നേതാക്കളും കോളേജ് അധികൃതരും നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ സൂചനാ പഠിപ്പുമുടക്ക് നടത്തി. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കാനുള്ള തീരുമാനം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്നും ഏതാനും ചിലരുടെ രാഷ്ട്രീയ ഉന്നതിക്കു വേണ്ടി വിദ്യാർത്ഥികളെ കരുവാക്കുകയാണെന്നും തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ കഴിയില്ലെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം കോളേജിലുണ്ടായ രാഷ്ട്രീയ സംഘർഷങ്ങൾ ഏറെ പരാതിക്കിടയാക്കിയിരുന്നെന്നും ഇത് ഭാവിയിൽ വിദ്യാർത്ഥികളുടെ പഠനത്തെ ബാധിക്കും എന്നതിനാലാണ് രാഷ്ട്രീയം നിരോധിക്കാൻ തീരുമാനമെടുത്തതെന്നും വിദ്യാർത്ഥികളിൽ നിന്നും അമിത ഫീസ് ഈടാക്കിയെന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും കോളേജ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, രാജപുരം. അധ്യാപക ക്ഷാമത്തിൽ ജില്ലയിലെ ആദ്യ സർക്കാർ കോളേജ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ വിവിധ വകുപ്പുകളിലായി 30ഓളം ഒഴിവുകളാണ് ഉള്ളത്. ഇതോടെ വിദ്യാർത്ഥികൾ തീർത്തും ദുരിതത്തിലായി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ വിവിധ വകുപ്പുകളിലായി 30ഓളം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു. PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാത്തതിനാൽ പുതിയ അധ്യാപകരുടെ നിയമനം ഇനിയും വൈകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മിക്ക ഡിപ്പാർട്ട്മെന്റുകളും നടത്തിപ്പോകുന്നത് താൽക്കാലിക അധ്യാപകരെ നിയമിച്ചാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥിതിയാണ് ഏറെ ദയനീയം. വകുപ്പ് മേധാവി ഒഴിച്ചാൽ മുഴുവൻ അധ്യാപകരും താൽക്കാലികമായി നിയമിക്കപ്പെട്ടവരാണ്. അധ്യാപകരാകട്ടെ പലപ്പോഴും കൃത്യമായി ക്ലാസ്സിലെത്തുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. I'm a student of English department and here HOD is only permanent and others are all guest teachers. So we have some problems and teachers are less and always we will be free and there are only guest teachers. So the classes are not getting engaged properly. ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ 5ഓളം അധ്യാപക തസ്തികകളാണ് ഒഴിവുള്ളത്. സർക്കാർ അടിയന്തരമായി PSC റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സ്ഥിരം അധ്യാപകരെ നിയമിക്കണമെന്ന് മുൻ കോളേജ് യൂണിയൻ ചെയർമാൻ താഹ ചേരൂർ ആവശ്യപ്പെട്ടു. നിലവിൽ 5 പോസ്റ്റും ഗസ്റ്റ് ലെക്ചർമാരായിട്ടാണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഇപ്പോൾ നിലവിൽ 5ലും ഈ വർഷം ഡെയിലി വേജ് ആൾക്കാരെ സെലക്ട് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും 1ഓ 2ഓ ആണ് പെർമനന്റ് പോസ്റ്റും, ബാക്കി 5ഓ 6ഓ ഗസ്റ്റ് ലെക്ചർമാരാണുള്ളത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും 1 പെർമനന്റും ബാക്കി 1ഓ 2ഓ ഗസ്റ്റ് ലെക്ചർമാരാണ്. നിലവിൽ 14 ഡിപ്പാർട്ട്മെന്റുകളിലും പല ഡിപ്പാർട്ട്മെന്റുകളിലും പെർമനന്റ് ഗസ്റ്റുകൾ കുറവാണ്. അതിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് ഏർപ്പെടുത്തി പുതിയ അധ്യാപകരെ നിയമിക്കേണ്ടതാണ് അറിയിക്കുന്നത്. കോളേജിന്റെ ശോച്യാവസ്ഥ അറിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥിയായ MLA NA നെല്ലിക്കുന്ന് കോളേജ് സന്ദർശിച്ചിരുന്നു. 5 കുടുംബത്തിന്റെ തിരോധാനം. മഹിളാ മോർച്ച പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മഹിളാ മോർച്ച കുമ്പടാജെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു മാർച്ച്. കുമ്പടാജെ ബലക്കളയിൽ നിന്ന് കാണാതായ 5 കുടുംബത്തെക്കുറിച്ച് ഇനിയും വിവരമില്ല. കർണാടക ഉടുപ്പി ഭാഗത്ത് കണ്ടിരുന്നുവെന്ന് ശ്രുതിയുണ്ടായിരുന്നുവെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല. 1 മാസം മുമ്പാണ് കുമ്പടാജെ ബലക്കളയിൽ നിന്നുള്ള കുടുംബത്തെ കാണാതായത്. അന്വേഷണം മന്ദഗതിയിലായതിൽ പ്രതിഷേധിച്ചാണ് മഹിളാ മോർച്ച കുമ്പടാജെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബദിയടുക്ക പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തിയത്. ധർണ മണ്ഡലം പ്രസിഡന്റ് സുധാമ ഗോസാഡ ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കണ്ടെത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ജില്ലാ പോലീസ് മേധാവിയെയും കണ്ട് അവരോട് ഇതിനെ വെറുപ്പിച്ചുകൊണ്ട് എറണാകുളം ഹൈക്കോടതിയിൽ ഞങ്ങൾ ഹെബിയസ് കോർപ്പസുമായി ഞങ്ങൾ പോകും. ഇത് തീർച്ചയായും ഇതിനെ കണ്ടെത്താതെ ഭാരതീയ ജനതാ പാർട്ടി വിരോധിക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. PR സുനിൽ, രത്നാവതി, ശൈലജ ഭട്ട്, ചന്ദ്രശേഖരൻ, സൗമ്യ മഹേഷ്, ഹരീഷ് നാരമ്പാടി എന്നിവർ സംസാരിച്ചു. പോലീസ് നിസ്സംഗത തുടർന്നാൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് മഹിളാ മോർച്ച നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വിദ്യാഭ്യാസ മേഖല സ്തംഭിക്കും. അധ്യാപകരും ജീവനക്കാരും അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. സംയുക്ത സമരസമിതി കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. തസ്തിക വെട്ടിക്കുറക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, അധ്യാപക വിദ്യാർത്ഥി അനുപാതം പുനഃക്രമീകരിച്ച് അധ്യാപകരുടെ ജോലി സ്ഥിരത ഉറപ്പാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ജീവനക്കാർ പണിമുടക്കിലേർപ്പെടുന്നത്.
അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായി കാഞ്ഞങ്ങാട്ട് സമരപ്രഖ്യാപന കൺവെൻഷൻ നടന്നു. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച കൺവെൻഷൻ AKSTU സംസ്ഥാന സെക്രട്ടറി ടി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഡിബേറ്റിൽ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെ കേവലം സേവന വേതനത്തിനപ്പുറത്തേക്ക് കേരളത്തിന്റെ ഭാവി എടുത്ത് അമ്മാനമാടുന്ന വിദ്യാഭ്യാസ മേഖലയെ അടക്കം പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഞാനതിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നില്ല, പിൻ പോയിന്റ് ചെയ്ത് ചില കാര്യങ്ങളെ പറയും നേതാക്കന്മാരെല്ലാം മറ്റുപടി ഉള്ളത്. നമുക്ക് ശമ്പള പരിഷ്കരണത്തിന്റെ ചരിത്രം എടുക്കണം. ഇപ്പോൾ പലരും പറയുന്നത് 2014 ജൂലൈ മാസത്തിൽ വരേണ്ടത് 2015 ജൂലൈ ആയിട്ടില്ലല്ലോ. ഇതാണ് പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. ഒരു വർഷം എത്തുന്നതിനിടക്ക് തന്നെ നിങ്ങൾ പണിമുടക്ക് നടത്തുന്നു, ക്യാമ്പയിൻ നടത്തുന്നു. എന്തിനാണ് ഇത്ര ധൃതി? AK ആൽബർട്ട് അധ്യക്ഷനായി. A സലീം, CM മീനാകുമാരി, AV പ്രഭാകരൻ, N മണിരാജ്, TP ഉഷ, TV ഗംഗാധരൻ, A വേണുഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബശ്രീ ലീഡർഷിപ്പ് ക്യാമ്പ് പുല്ലൂരിൽ നടന്നു. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കും ജില്ലാ സഹകരണ ബാങ്കും സംയുക്തമായാണ് നേതൃപരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ജില്ലാ സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ പുല്ലൂർ വില്ലേജിലെ കുടുംബശ്രീ ഭാരവാഹികൾക്കായി നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ക്യാമ്പ് ബാങ്ക് പ്രസിഡന്റ് വിനോദ് കുമാർ പള്ളയിൽ വീട് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ സംവിധാനം ഇന്ന് കേരളത്തിൽ വളരെ സജീവമായി ലോക മലയാളി അഭിമാനമാകും വിധം ഉയർന്നു നിൽക്കുന്ന ഒരു ആനുകാലിക ചുറ്റുപാടിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ കേരളത്തിലെ കുടുംബശ്രീ സംവിധാനത്തെ കുറിച്ച് പഠിക്കാൻ വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഒരു ദശാബ്ദം മുമ്പ് നമ്മുടെ വീട്ടിലെ അമ്മമാർ അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന കാലഘട്ടം മാറിക്കൊണ്ട് ഇന്ന് കേരളത്തിലെ പൊതുധാരയിൽ മുഖ്യധാരയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്നവരായി നമ്മുടെ അമ്മമാർ മാറിയിരിക്കുന്നു. CDS ചെയർപേഴ്സൺ P രാധിക അധ്യക്ഷയായി. വിവിധ വിഷയങ്ങളിൽ ബാങ്ക് സെക്രട്ടറി M ചന്ദ്രൻ, നിർമ്മൽ കുമാർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ചടങ്ങിൽ ജില്ലാ ബാങ്ക് പ്രതിനിധികളായ K നാരായണൻ, പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി M ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ തലയെടുക്കത്ത് നടന്നുവരുന്ന ഖനന വിരുദ്ധ സമരം 141 ദിവസം പിന്നിട്ടു. സർവകക്ഷി ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഖനി ഉപരോധിച്ചു. നാടിന്റെ താൽപര്യം സംരക്ഷിക്കാൻ ഖനനത്തിനെതിരെ തലയെടുക്കത്ത് നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ 140 ദിവസത്തിലാണ് ഖനി ഉപരോധ സമരം നടത്തിയത്. കിനാനൂർ കരിന്തളം പ്രസിഡന്റ് K ലക്ഷ്മണൻ ഖനി ഉപരോധം ഉദ്ഘാടനം ചെയ്തു. എല്ലാ അധികാര കേന്ദ്രങ്ങൾക്കും ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാവകാശങ്ങളും സർവകക്ഷി സമരസമിതിയും ദേശത്തെ ജനങ്ങളും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ സമരങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 4-ാം തീയതി വിപുലമായ ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് കഴിഞ്ഞ 11 വർഷമായി ഇവിടെ നടന്നു വരുന്നെങ്കിൽ SCCPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഖനനം അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ തലയടക്കത്ത് ജനങ്ങൾ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപന കൺവെൻഷൻ വെച്ചാണ് നമ്മൾ സമരത്തിൽ തുടക്കുന്നത്. ആ സമരത്തിൽ സന്ദേശം ഞാനൊരു കേന്ദ്രത്തെ ജനങ്ങളെ മുഴുവൻ അറിയിക്കുന്നതിന് വേണ്ടി അവരുടെ അഭിപ്രായം സൂചിപ്പിക്കുന്നതിന് വേണ്ടി അതിനെ തുടർന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രതിയായ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്കും ഗവൺമെൻറ്റിൻ്റെ പ്രതിയായ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികൾക്കും ഈ നിവേദനം സമർപ്പിച്ചതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് ജനുവരി 30-ാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ ഈ സമരപ്പന്തലിൽ സമരം ആരംഭിച്ചത്. നാടിന്റെ താൽപര്യങ്ങളെ ഹനിച്ചും പൊതുജനങ്ങളുടെ അഭിപ്രായം വകവയ്ക്കാതെയും KCCPL കമ്പനി നടത്തുന്ന ഖനനക്കൊള്ള അവസാനിക്കും വരെ ഈ നാട് സമരരംഗത്തുണ്ടാകുമെന്ന് പഞ്ചായത്തിലെ പ്രഥമ പൗരൻ കൂടിയായ പ്രസിഡന്റ് പറഞ്ഞു. അഡ്വക്കേറ്റ് KK നാരായണൻ അധ്യക്ഷനായിരുന്നു. TK രവി, CP ബാബു, CV ഗോപകുമാർ, N പുഷ്പരാജൻ, ശ്രീജിത്ത്, ബാബു ചേമ്പേന, SK ചന്ദ്രൻ, CD ബാബു, ഷഫീഖ് എന്നിവർ സംസാരിച്ചു. OM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ഖനനത്തിനെതിരെയുള്ള പൊതുജന പ്രതികരണം വെളിവാക്കുന്നതായിരുന്നു ഉപരോധ സമരത്തിലെ ജനപങ്കാളിത്തം. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. അതിയാമ്പൂരിൽ ടൈലർ കുഞ്ഞമ്പുവിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. അതിയാമ്പൂരിലെ ടൈലർ കുഞ്ഞമ്പുവിന്റെ ഓടുമേഞ്ഞ വീടാണ് തകർന്നത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് വീട് തകർന്നു വീണത്. 1 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഹോസ്ദുർഗ് തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു. ഓടും കല്ലുകളും നശിച്ച നിലയിലാണ്. വലിയപറമ്പ് പഞ്ചായത്തിലെ ഒറിയറ വിനോദസഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമായി മാറുന്നു.
കായലും കടലും സമ്മേളിക്കുന്ന പുലിമുട്ടാണ് കടൽ കാഴ്ചകൾക്ക് പുതിയ മുഖം നൽകുന്നത്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് വലിയപറമ്പ് പഞ്ചായത്ത്. ഒരേ സമയം കടലിന്റെയും പുഴയുടെയും സൗന്ദര്യം ആസ്വദിക്കാം എന്നതാണ് ഈ ദ്വീപ് പ്രദേശത്തെ വിനോദസഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാകുന്നത്. ഓരിക്കടവ് മാവിലാക്കടപ്പുറം പാലം യാഥാർത്ഥ്യമായതോടെയാണ് ഇവിടേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയത്. തദ്ദേശീയരും വിദേശീയരുമായ നിരവധി വിനോദസഞ്ചാരികൾ ഇപ്പോൾ ഈ പ്രദേശത്ത് എത്തുന്നുണ്ട്. This is the first time I'm coming to this beach, and it's really beautiful. It's a very nice place to get to. Actually, it's not that far from Chervatur, and you can reach by cab or taxi or anything else. And I think it's one of those hidden gems which has not been discovered in North Kerala. Actually, people usually go to Begal Fort, but this is probably an equally or even better beautiful place. Actually, so we love it. 24 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദ്വീപ് പ്രദേശത്തിൽ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമാണ് മാവിലക്കടപ്പുറം ഒരിയര. കടലും കായലും കൂടിച്ചേരുന്ന അഴിമുഖത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാമെന്നതാണ് ഇവിടുത്തെ സവിശേഷത. നീലേശ്വരം അഴിത്തലയിൽ നിന്നും കടലിലേക്ക് നീണ്ടുകിടക്കുന്ന പുലിമുട്ടും ആകർഷകമായ കാഴ്ച തന്നെയാണ്. വിനോദസഞ്ചാരികളുടെ മാത്രമല്ല, വീഡിയോ ചിത്രീകരണത്തിന് എത്തുന്നവരുടെയും പ്രിയപ്പെട്ട പ്രദേശം കൂടിയാണ് ഇവിടം. അവധി ദിവസങ്ങളിൽ കുടുംബസമേതം എത്തുന്ന നിരവധി പേരെ ഈ തീരപ്രദേശത്ത് കാണാം. ഇവിടുത്തെ വിനോദസഞ്ചാര സാധ്യതകൾ കണ്ടറിഞ്ഞു വന്നെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വിനോദസഞ്ചാര വകുപ്പ് കൂടി മുൻകൈയെടുത്താൽ വലിയ സാധ്യതകളാണ് ടൂറിസം രംഗത്ത് ഈ പ്രദേശം തുറന്നിരുന്നത്. ഈ പാലം വന്നതിന് ശേഷം വലിയപറമ്പ് പഞ്ചായത്ത് ഒരു നല്ലൊരു പുരോഗതിയിലാണ്. ഈ പാലത്തോടനുബന്ധിച്ച് തന്നെ ഇപ്പം നമുക്കൊരു പുളിമുട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഈ വിനോദസഞ്ചാരികളെ വളരെയധികം ആകർഷിക്കാൻ പറ്റുന്ന ഒരു പുളിമുട്ടാണ് ഇപ്പോൾ വലിയപറമ്പ് പഞ്ചായത്തിന് കിട്ടിയത്. വളരെയധികം ഒരു മുതൽക്കൂട്ടാണ്. ഈ മുതൽക്കൂട്ടിന് ഇപ്പോൾ ഞങ്ങൾ ഈ പ്രദേശവാസികൾ മാത്രം വിചാരിച്ചാൽ പോരാ, സർക്കാരിൽ നിന്നും കാര്യമായ എന്തെങ്കിലും ഞങ്ങൾ ഈ വിനോദ മേഖലയിൽ തന്ന് ഒരു ടൂറിസം മേഖലയാക്കി മാറ്റാൻ, നല്ലൊരു ആകർഷണമാക്കി, നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ നമ്മൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ പുളിമുട്ട് മേഖലയിൽ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് നല്ലൊരു വികസനപരമായി ഈ നാടിൻ്റെ വികസനത്തിൽ ഒരു നല്ല മുതൽക്കൂട്ടായി ഈ ടൂറിസം വളരും ഈ പുളിമുട്ടിലൂടെ എന്നാണ് നാട്ടുകാരെന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. മുന്നറിയിപ്പില്ലാതെ ഡോക്ടറെ സ്ഥലം മാറ്റി. മഞ്ചേശ്വരത്ത് രോഗികൾ വലഞ്ഞു. പ്രതിഷേധവുമായി നാട്ടുകാർ സമരരംഗത്തെത്തി. മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രിയിൽ സ്ഥിരമായി ഉണ്ടായിരുന്ന ഡോക്ടർ അമ്പിളിയെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മീഞ്ച പഞ്ചായത്തിലേക്ക് സ്ഥലം മാറ്റിയതിൽ നാട്ടുകാർ വൻ പ്രതിരോധത്തിന് തയ്യാറെടുക്കുന്നു. 200ഓളം കുടുംബാംഗങ്ങൾക്ക് ഏക ആശ്രയമാണ് ഈ ആശുപത്രി. ഇതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതരുമായി KCN ന്യൂസ് ബന്ധപ്പെട്ടപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നുസ്രത് ജഹാൻ പ്രമോഷന്റെ ഭാഗമായാണ് ഈ ഡോക്ടറെ സ്ഥലം മാറ്റിയതെന്നും പകരം സംവിധാനം എന്ന നിലയ്ക്ക് ദിവസക്കൂലിക്ക് മറ്റൊരു ഡോക്ടറെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. മീഞ്ചലേക്ക് ട്രാൻസ്ഫർ ആയിട്ടും പിന്നെ പ്രൊമോഷനായിട്ട് പോയിട്ടുള്ളത്. അതല്ലാതെ നമ്മളെന്ത് അവരെ ഇവിടുന്ന് മാറ്റിയതോ അല്ലെങ്കിൽ വേറെ ഒന്നായിട്ട് ചെയ്തതോ ഒന്നല്ല. ഇവിടുത്തേക്ക് ടെമ്പററി ആയിട്ട് പിന്നെ ഡെയിലി വേജസിൽ ഡോക്ടർ നിയമിച്ചിട്ടുണ്ട്. ഉടനെ അവർ വരും. എം കൃഷ്ണൻ തണ്ണോട്ട് അനുസ്മരണ ദിനം ആചരിച്ചു. CPM ചിത്താരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. CPIM ചിത്താരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ കൃഷ്ണൻ തണ്ണോട്ട് ദിനാചരണം നടന്നു.
രാവണശ്വരത്ത് CPIM കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച A. കൃഷ്ണന്റെ 3ാം ചരമവാർഷിക ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തണ്ണോട്ട് നടന്ന അനുസ്മരണ പൊതുയോഗം CPI ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കേരളക്കാർ ഗൾഫിലേക്ക് പക്ഷേ അപ്പുറത്തെ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരള അവരെ ഗൾഫാണ്. കാരണം ഈ നാട്ടിലെ തൊഴിലാളികൾ, ഈ നാട്ടിലെ ആത്മാഭിമാനത്തോടൊത്തിരിക്കുന്ന തൊഴിലാളികൾ, അവർക്ക് മെച്ചപ്പെട്ട കൂലിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ഒരു വലിയ വിശാലമായ ഒരു ലോകം അനുഭവിക്കാനുള്ള കരുത്തവർക്കുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ടാണ് വരുന്നവര് ഒരു കൊല്ലൂടെ ജോലി ചെയ്ത് ആ പൈസയെല്ലാം ശേഖരിച്ചു വെച്ച് ഒരു കൊല്ലം കഴിയുമ്പോൾ വണ്ടി കയറി. M. ബാലകൃഷ്ണൻ അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം M. പൊക്ലൻ, P. നാരായണൻ, A. കൃഷ്ണൻ, P. ദാമോദരൻ, M. ബാലകൃഷ്ണൻ, P. K. ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ദാമോദരൻ തണ്ണോട്ട് സ്വാഗതം പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് PN പണിക്കരെ സ്മരിച്ച് മറ്റൊരു വായനാ ദിനം കൂടി. വായനാനുഭവങ്ങൾക്ക് ക്യാൻവാസിൽ നിറം പകർന്ന് ജില്ലാതല ഉദ്ഘാടനം. റംസാനിലെ ആദ്യ വെള്ളിയുടെ പുണ്യം തേടി വിശ്വാസികൾ. കാരുണ്യത്തിന്റെ നാളുകളിൽ കരുണയുടെ ഉറവ് പറ്റാത്ത സ്നേഹവുമായി സംഘടനകൾ. വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിച്ച് കോളേജ് മാനേജ്മെന്റ് തീരുമാനം. പ്രതിഷേധവുമായി രാഷ്ട്രീയം മറന്ന് വിദ്യാർത്ഥികൾ സംയുക്തമായി സമരരംഗത്ത്. അധ്യാപക ക്ഷാമത്തിൽ ജില്ലയിലെ ആദ്യ സർക്കാർ കോളേജ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നികത്താതെ 30 ഒഴിവുകൾ. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരും അനിശ്ചിതകാല സമരത്തിലേക്ക്. അഞ്ചംഗ കുടുംബത്തിന്റെ തിരോധാനം. പോലീസ് നിസ്സംഗതയ്ക്കെതിരെ പ്രക്ഷോഭവുമായി മഹിളാ മോർച്ച. വിനോദസഞ്ചാരികളെ ആകർഷിച്ച് വലിയ പറമ്പിലെ ഒറിയറ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.